ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഒരു ജീവിയുടെ കൂടാണിത്. ഇതിൻ്റെ മുമ്പിൽ തീയോ അല്ലെങ്കിൽ കെമിക്കലോ അല്ലാണ്ട് വേറൊരു അഭ്യാസ പ്രവർത്തനവും നടക്കത്തില്ല. കടന്നലിൻ്റെ കൂടാണിത്. കടന്നൽ, മലങ്കുളവി രണ്ടും ഒന്നാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ ഇത് ഒന്നെങ്കിൽ ഏതെങ്കിലും ചിതൽപുറ്റുകളിലോ ഒഴിഞ്ഞ കുഴികളിലോ ഒക്കെ കൂട് കൂട്ടാറുണ്ട്, അല്ലെങ്കിൽ മരത്തിൻ്റെ ചില്ലകളിലാണ് ഇത് കൂട് കൂട്ടുന്നത്. കടന്നൽ ഇനത്തിൽപ്പെട്ട ഒരു അപകടകാരിയായ ജീവിയുടെ കൂടാണിത്. ഇത് എൻ്റെ വീടിനടുത്ത് തന്നെ ഇപ്പോൾ കണ്ട ഒരു കൂടാണ്. ഒരു മാസം മുമ്പ് അതിൻ്റെ വീഡിയോയും ഞാൻ എടുത്തിരുന്നു. സാഹചര്യവശാൽ എൻ്റെ ഫോണിൽ നിന്ന് അത് ഡിലീറ്റായിപ്പോയി, അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ വീടിനടുത്ത് തന്നെ വീണ്ടും ഒരു കൂട് കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് മനുഷ്യന്മാരുടെ വീടിനോട് ചേർന്ന് തന്നെ കൂട് കൂട്ടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവറ്റകളുടെ ഏറ്റവും വലിയ ശത്രുവാണ് പരുന്ത് പോലെയുള്ള പക്ഷികൾ. അവയ്ക്ക് കൊത്തയേൽക്കാറില്ല. ഇവ വന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ പരുന്ത് പോലെയുള്ള ജീവികൾക്ക് കുത്തേൽക്കാറില്ല. കാരണം തൂവലും എല്ലാം കൂടുതലുള്ളത് കൊണ്ട് പരുന്ത് വന്ന് കൊത്തി ഇതിൻ്റെ മുട്ട തിന്നാറുണ്ട്. അപ്പോൾ മനുഷ്യന്മാരുള്ള സ്ഥലങ്ങളിൽ ഈ വക പക്ഷികളൊന്നും അങ്ങനെ വന്ന് പെട്ടെന്ന് കൂട് കൂട്ടുകയോ ഇവയെ ആക്രമിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് മനുഷ്യന്മാരുടെ സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ ഈ കടന്നലുകൾ കൂട് കൂട്ടുന്നത്, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി. പക്ഷേ അത് നമ്മുടെ സുരക്ഷിതത്വത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന കാര്യമാണ് സത്യം. ഇത് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുമെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലത്താണ് അതിവിദഗ്ധമായി ഈ കടന്നലുകൾ കൂട് കൂട്ടുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെ കൂട് കൂട്ടിയൊരു കടന്നലാണ്. എൻ്റെ കുട്ടികൾ കുടംപുളി പറിക്കാൻ വേണ്ടി, നമ്മുടെ മീൻകറിയിലും മറ്റു വിടുന്ന പുളി മരത്തിലാണ് ഇപ്പോൾ ഇത് കൂട് കൂട്ടിയിരിക്കുന്നത്. കുടംപുളി പെറുക്കുന്നതിന് വേണ്ടി പോയ സമയത്താണ് ഇവർ ഈ കൂട് കാണുന്നത്. എന്തോ ഭാഗ്യത്തിന് അവർക്ക് കുത്ത് കിട്ടിയില്ല. അല്ലെങ്കിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ ഒറ്റയൊരെണ്ണം കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവറ്റകൾ കൂട്ടമായി ഇളകി വന്ന്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മറ്റും കേട്ടിട്ടില്ലേ, കടന്നൽ കൂട് ഇളകി വന്ന് ആക്രമിച്ച പോലെ ആക്രമിച്ചു എന്നല്ല, ഓരോ പോസ്റ്റുകളുടെ അടിയിൽ വന്നിട്ട് എന്ന് പറഞ്ഞതുപോലെ വന്ന് ആളെ കൊല്ലുമെന്ന കാര്യം ഉറപ്പാണ്. ഒരു 10 എണ്ണം കുത്തിയാൽ മതി. പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ കടിച്ച പാട് നോക്കി കടിച്ച സ്ഥലത്തിൻ്റെ മുകളിലായി നമുക്ക് കെട്ടി മുറുക്കി ആസ്പത്രിയിലെത്തിക്കാം, രക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഇത് കുത്തിയിട്ടുണ്ടെങ്കിൽ ആസ്പത്രിയിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അത്രയ്ക്കും അപകടകാരിയായ ഒരു ജീവിയാണ് കടന്നൽ. ഇംഗ്ലീഷിൽ ഇതിന് വാസ്പ് എന്ന് പറയും ഈ കടന്നൽ കൂട്ടം. ഇവ എൻ്റെ ഇളയ മകനാണ് കണ്ടെത്തിയത്. ഇതുപോലെ ഒരെണ്ണത്തിനെ കഴിഞ്ഞ ദിവസം ഞാൻ കത്തിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്ലെങ്കിൽ അനുജൻ്റെ വീടും സമീപത്തുണ്ട്, അവിടെയും കുട്ടികളുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ്. എല്ലാവരുടെയും ജീവന് ഭീഷണിയായ ഒരു സാധനമാണ് ഈ കടന്നൽ. അതുകൊണ്ട് ഇത് സംരക്ഷിത ഗണത്തിൽപ്പെട്ടതാണോ എന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും നമ്മുടെയൊക്കെ നാട്ടിലുള്ള ജീവികളെല്ലാം സംരക്ഷിത ഗണത്തിൽപ്പെട്ടതാണ്. മനുഷ്യൻ മാത്രമാണ് സംരക്ഷിത ഗണത്തിൽപ്പെടാത്തത്. ഇപ്പോൾ ഇത് കത്തിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ഫോറസ്റ്റ് വണ്ടി വീട്ടിൽ വന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. ഇത് സംരക്ഷിത ഗണത്തിൽപ്പെട്ടതല്ല, അതീവ സംരക്ഷണ ഗണത്തിൽപ്പെട്ടതാണ് കടന്നൽ. അതുകൊണ്ട് താങ്കളുടെ പേരിൽ വനവും വകുപ്പ് ജാമ്യമില്ലാത്ത വകുപ്പിനാണ് കേസ് എടുത്തിരിക്കുന്നതെന്നും പറഞ്ഞ് വരുമോയെന്നറിയത്തില്ല. എങ്കിലും വനം വകുപ്പിനല്ല കുത്ത് കിട്ടുക, എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കുടുംബക്കാർക്കുമാണ് കുത്ത് കിട്ടുന്നത്. അതുകൊണ്ട് ആ റിസ്ക് അങ്ങ് സഹിച്ചുകൊണ്ട് അതിനെ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഉണക്ക കമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ വയക്കുന്ന മെഷീൻ്റെ ഒരു പൈപ്പ് കയറ്റിയിട്ടാണ് അതിൽ ചാക്ക് ചുറ്റി അതിൽ ഡീസൽ ഒഴിച്ചാണ് കത്തിക്കാൻ വേണ്ടി പോകുന്നത്. ആ പന്തം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കമ്പ് കൊണ്ട് മാത്രം പന്തം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറേ സമയം നമ്മളിതിന് പിടിച്ച് കത്തിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ കമ്പ് കത്തി കൂട് പൂർണ്ണമായി കത്താതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പൈപ്പ് മുകളിൽ വയ്ക്കണം. ഇപ്പോൾ പൈപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് അങ്ങനെ കത്തിപ്പോകത്തില്ല. അതിൻ്റെ മുകളിൽ പന്തം കത്തുന്നതുകൊണ്ട് ആ പൈപ്പിന് കേടുപാടുകൾ സംഭവിക്കത്തില്ല. പൈപ്പ് മീൻസ് ഇരുമ്പിൻ്റെ പൈപ്പ് പോട്ടെ, ഇരുമ്പോ അലുമിനിയം അങ്ങനെയുള്ള എന്തെങ്കിലും മെറ്റൽ പൈപ്പ് അതാണ് വയ്ക്കേണ്ടത്. ഇരുമ്പിൻ്റെ പൈപ്പ് മെറ്റലിനോണ്ടുള്ള പൈപ്പ് മാത്രം എടുത്തിട്ട് അതിൽ പന്തം ചുറ്റി കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ചൂട് പ്രവഹിക്കുന്നതിന് നമുക്ക് പിടിക്കാൻ സാധിക്കത്തില്ലാണ്ട് നമ്മൾ ഇട്ടിട്ട് പോകേണ്ടയും ഒരു സാഹചര്യം വരും. അതുപോലെ പെട്രോൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഉപയോഗിക്കേണ്ടത് ഡീസലോ മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി പാവപ്പെട്ടവൻ അടുപ്പിലൊഴിക്കാൻ പോലും മണ്ണെണ്ണ കിട്ടത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഭരിക്കാൻ കയറി വന്നവർ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. നമുക്ക് ഡീസലിനെ മാത്രം ഇപ്പോൾ ആശ്രയിക്കാം. നന്നായിട്ട് ഡീസൽ എടുത്ത് ഇതിൽ പന്തത്തിൽ
ഒഴിച്ച് നന്നായിട്ട് കുതിർത്തിട്ട് വേണം കത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ വായുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പറന്ന് പുറത്ത് വെട്ടമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാതെ തടയാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഇത് അടിയിൽ നിന്ന് തന്നെ മൊത്തത്തിൽ അങ്ങ് വെച്ച് കൊടുക്കണം. ഈ നമ്മൾ ആ കെട്ടുന്ന സമയത്ത്, പന്തം കെട്ടുന്ന സമയത്ത് അതിലൊരു ക്രോസ് കമ്പ് വെച്ച് പന്തം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് കെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി വിസ്തൃതി കൂടുതൽ കിട്ടും. അങ്ങനെയാണ് സത്യത്തിൽ ഇത് കത്തിക്കേണ്ടത്. ഞാൻ തിരക്കായതിനാൽ ആ പൈപ്പിൽ ഒരു ചാക്ക് ചുറ്റി അത് നൂൽക്കമ്പി കൊണ്ട് കെട്ടിയാണ് ഇപ്പോൾ ഇത് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം ഇത് കത്തിക്കുന്ന സമയത്ത്. പൂർണ്ണമായി കത്തിക്കുന്നതിനുള്ള ഇന്ധനം അതിൽ ഒഴിച്ചതിന് ശേഷം മാത്രമേ തീ കൊടുക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം തീ പകുതിക്ക് കെട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട് പൂർണ്ണമായും കത്താതിരിക്കുകയും പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ആ വഴി പോകുന്ന ആൾക്കാർക്കെല്ലാം കുത്തു കിട്ടുന്നതിനും കാരണമാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് കടന്നൽക്കൂട് കത്തിക്കുക എന്ന് പറയുന്നത്. കാട്ടാനെയൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം, പാമ്പിനെയൊക്കെ കണ്ണുകൊണ്ട് കാണാം. ഇത് ഇളകി എവിടെ നിന്ന് വരുന്നു കാണത്തില്ല, നമുക്ക് തടയുവാൻ പോലും സാധിക്കുകയില്ല. വന്യമൃഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഓടി രക്ഷപ്പെടുകയോ വീട്ടിൽ കയറിയിരിക്കുകയൊക്കെ ചെയ്യാം. ഇത് എതിലേലും എല്ലാം കയറി വന്ന് കുത്തും. എനിക്ക് 1-2 പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ കുത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോയായി തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ അല്ലാണ്ട് കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ടല്ല, കണ്ടൻറ്റ് തപ്പിയാൻ പോകാറില്ല. ഇത്രയ്ക്കും കാര്യഗൗരവമുള്ള കണ്ടൻറ്റൊക്കെ നമ്മുടെ കയ്യിലുള്ളപ്പോൾ പലരും കാണാം കുക്കറി ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും മാലപ്പടക്കത്തിന് തീ കൊടുത്തത് കണ്ടൻറ്റ് ഇടുന്നത് കാണാം. അതെല്ലാം അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. എന്നെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, എത്തിക്കുക എന്നല്ലാണ്ട് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഞാനൊന്നും നേടുന്നില്ല. ഇതൊക്കെ നിങ്ങളെല്ലാം കണ്ടിരിക്കേണ്ട കാര്യമാണ്. പലർക്കും കടന്നൽക്കൂട് കത്തിക്കുന്നതിനൊക്കെ ഭയങ്കര ഭയമാണ്. എല്ലാവരും ഓർക്കുന്നത് ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണെന്നാണ്. സൂക്ഷ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു റിസ്ക്കുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ് ഈ കടന്നൽക്കൂടൊക്കെ കത്തിക്കുക എന്ന് പറയുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഇത് ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ, അവിടെ ഈ മലം തേനീച്ച, കാട്ടുതേനെന്ന് പറയുന്ന ഈ തേനീച്ചകൾ വന്ന് കൂട് കൂട്ടാറുണ്ടായിരുന്നു. അത് സൺഷെയ്ഡിൽ കൂടി പോയി ഞാനായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത്. ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലേഡീസ് ഹോസ്റ്റലിൽ ആയതുകൊണ്ടല്ല ഞാൻ കത്തിക്കാൻ വേണ്ടി കയറുന്നത്. ഇങ്ങനെയുള്ള റിസ്ക് പിടിച്ച പരിപാടിയെല്ലാം എനിക്ക് പണ്ടേ ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പണികൾക്കെല്ലാം മുന്നിട്ടിറങ്ങുന്നത്. പിന്നെ ഇത് പിള്ളേരെയൊക്കെ പഠിപ്പിക്കണമെന്ന്, കാരണം നമ്മളൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ വരുന്ന തലമുറ പോലും ഇങ്ങനെ ഒരു കടന്നൽക്കൂട് കാണുമ്പോൾ പകച്ചു നിൽക്കുവാൻ പാടില്ല. ആ സ്പോട്ടിൽ അപ്പം പണ്ട് കാണിച്ച് ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ഓർമ്മ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവരതിൽ നിന്നും കാര്യങ്ങളെല്ലാം പഠിച്ച് ഈ പറഞ്ഞ രീതിയിൽ കമ്പും പൈപ്പും ചാക്കും ഡീസലും എല്ലാം തയ്യാറാക്കി ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി അവർ തന്നെ മുന്നിട്ടിറങ്ങും. അതുകൊണ്ട് ഞാൻ മക്കളെയും കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്, അനുജൻ്റെ മക്കളും ഉണ്ട് കൂട്ടത്തിൽ. എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ കത്തിക്കുന്നത്. പിന്നെ എൻ്റെ 2 സ്റ്റാഫുകളുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ കൂട് കത്തി പൂർണ്ണമായി താഴോട്ട് വീണിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈപ്പിൽ കെട്ടിവെച്ച് നൂൽക്കമ്പിയുള്ള ഭാഗം കത്തിയപ്പോൾ ആ ചാക്ക് താഴോട്ട് ഊർന്ന് വന്നതാണ്. കൂട് പൂർണ്ണമായി കത്തി. ഇനിയിപ്പം ആ ചാക്ക് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ചിറകുകൾ കത്തിയ പല കടന്നലുകളും താഴെ കിടക്കുന്നുണ്ട്. അവയെ താഴെയിട്ട് തന്നെ ചുട്ടുകൊല്ലുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഒരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ തെറിയെന്നുമെന്ന് പറയണ്ട കമൻറ്റിൻ്റെ അടിയിൽ. ഞാനിത് കൊണ്ടാണ് ജീവിക്കുന്നതല്ല. ഇതൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ ചിരി വരാറുണ്ട്. ഞാനിട്ട പല വീഡിയോയ്ക്ക് അടിയിലും വന്നിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ വീഡിയോ ഇടുന്നത്? പൈസ ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നവരുണ്ടാവും, ഒരു സംതൃപ്തിക്ക് വേണ്ടി വീഡിയോ ഇടുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. അങ്ങനെ പൈസയ്ക്ക് വേണ്ടി വീഡിയോ ഇടുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇതും പിടിച്ചുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുപോയി ഇട്ടാണ്. ഇങ്ങനെയാണ് കാട്ടിനുള്ളിൽ വെച്ച് കത്തിക്കുന്നത്. കൊടും കാടാണ് അവിടെയെല്ലാം. ഇപ്പം മഴയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പറമ്പൊന്നും തെളിച്ചിട്ടില്ല. അതുകൊണ്ട് കാട് താരതമ്യേന കൂടുതലാണ്. കടന്നൽ കടിക്കാൻ പോയവന് പാമ്പ് കടിക്കാണ്ടിരുന്നത് നന്നായി. അങ്ങനെ ഇതിപ്പോൾ കത്തിച്ച് താഴോട്ട് വീണിട്ടിരിക്കുകയാണ്. എൻ്റെ മുട്ടയടക്കം, ആ കൂട്ടിലുള്ള മുട്ടയടക്കം താഴോട്ട് വീണിരിക്കുകയാണ്. ആ മുട്ടയിൽ നിന്നാണ് വീണ്ടും പുഴുക്കളുണ്ടാവുകയും ആ പുഴുക്കൾ വളർന്ന് ചിറക് വെച്ച് കടന്നലുകളായി മാറുകയും ചെയ്യുന്നത്. ആ മുട്ടയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവ അവിടെ സമീപത്ത് ചെല്ലുന്ന ആൾക്കാരെല്ലാം ഓടിച്ചിട്ട് കുത്തുന്നത്. ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോ, കടന്നൽക്കൂടിൻ്റെ വീഡിയോ ഞാൻ പകലെടുത്തതാണ്. അല്ലെങ്കിൽ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ വേറെ എടുക്കേണ്ടി വരും. അതുകൊണ്ട്
ആദ്യമേ പോയി എടുത്തു വെച്ചാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ കണക്കൂട്ടിയാണ് ഞാൻ ആദ്യം പകൽ പോയി ആ വീഡിയോ എടുത്തത്. വേറെ കുറേ കൂടും ചാക്കും എല്ലാം കത്തി തീർന്നിട്ടുണ്ട്. കൈ കുറച്ച് ഡീസൽ കൂടെ ബാക്കിയുണ്ട്. അതുകൂടി അങ്ങ് ഒഴിച്ച് അങ്ങ് വൃത്തിയായി കത്തിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കടന്നലുകൾ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. ചിറക് കരിഞ്ഞതും എല്ലാം നേരെ താഴോട്ട് വീഴുന്നു. അത് നാളെ എണീറ്റ് വന്ന് ആരെയും കുത്തണ്ടെന്ന് കരുതിയാണ് ഇപ്പം താഴെയും ഈ ഡീസൽ ഒഴിച്ച് അങ്ങനെ കത്തിച്ച് കളയുന്നത്. ഇത് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, സമീപ പ്രദേശത്തുള്ള വീടുകളിലെല്ലാം ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കണം. സ്ട്രീറ്റ് ലൈറ്റ് വിഷയമല്ല, പോസ്റ്റിനല്ലേ കുത്തു കിട്ടുള്ളൂ. വീടൊക്കെ ഉണ്ടെങ്കിൽ ഇത് പറന്നു പോയി സമീപത്തുള്ള വീടുകളിൽ കയറുന്നതിനും അവിടെയുള്ള ആൾക്കാരെ കുത്തുന്നതിനുമുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പിന്നെ ഹെഡ്ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വെക്കണം. ആവശ്യത്തിന് ഇന്ധനം കയ്യിൽ കരുതണം. പിന്നെ കൈക്ക് അത്യാവശ്യം ആരോഗ്യമില്ലെങ്കിൽ ഇത് കത്തിക്കാൻ പറ്റത്തില്ല. കാരണം കുറേ സമയം ഇങ്ങനെ ഈ പന്തം ആ തോട്ടിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ കൈ കഴയ്ക്കും, ഇത് താഴോട്ട് വീഴുന്നതിനുള്ള സാധ്യതയുണ്ട്. സഹായിക്കാനൊക്കെ 1-2 ആളൊക്കെ കൂട്ടത്തിൽ വേണം. ഇതാ മുട്ടയായി തെറിച്ച് വരുന്ന മുട്ടയാണ്. ഞാൻ അതിൻ്റെ കൂട് കുറച്ച് തൂങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മുടെ തേനീച്ചയുടെ റാഗൽ പോലെ. അതിപ്പം തല്ലി താഴോട്ടിടുവാണ്. അല്ലെങ്കിൽ നാളെ ചിലപ്പം ഏതെങ്കിലുമൊക്കെ വന്ന് അതിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ചെറുതായി തെറിക്കുന്നതിന് മുട്ട തെറിച്ച് വരുന്നതാണ്. ഇത് മുട്ടയെ തെറിച്ച് വരുന്നത്. വെള്ള കളറിൽ എൻ്റെ അടുത്തൊന്നും വീഴുന്നില്ലേ, മുട്ടയും പുഴുവും ആണ് തെറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിയുടെ വളർച്ച വളരെ പെട്ടെന്നാണ് കേട്ടോ. കാരണം നോക്കി നിൽക്കുമ്പോഴാണ് ഈ കൂട് വലുതായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഈ കൂട് കത്തിക്കാൻ വേണ്ടിയിട്ട് 5 ദിവസം മുമ്പ് തയ്യാറെടുത്താണ്. അന്ന് പിന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മഴയായിരുന്നു. പിന്നെ എനിക്ക് 1-2 യാത്രകളുണ്ടായിരുന്നു. അതെല്ലാം കാരണം എനിക്ക് കത്തിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഇത് ഇളകി വന്ന് ആരെയും കുത്തരുതെന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു, ഒരു വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും കുറ്റക്കാരൻ. ഇത് കത്തിക്കാമെന്നുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് പോയി. അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ മൈൻഡിൽ ഇതുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഭീഷണി എനിക്കറിയാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം കാണുന്ന സമയത്ത് ഇത് ഇത്രയ്ക്കും ഒരു വലിപ്പമില്ലായിരുന്നു. 5 ദിവസം കൊണ്ടാണ് ഈ സാധനം ഇതിൻ്റെ കൂട് ബലൂണ് വീർക്കുന്ന പോലെ വീർത്ത് വന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് എത്രത്തോളം സാങ്കേതികമായാണ് ഈ ചെറു ജീവി പോലും ഇതിൻ്റെ വർധനവിന് വേണ്ടി മുട്ടയിട്ട് പുഴുക്കളെ ഉണ്ടാക്കി കടന്നലിൻ്റെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തി ഈ വീട് ഇതിങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള മരങ്ങളിലൊക്കെ ഒന്ന് നോക്കണം. വെറുതെ നമ്മൾ കറങ്ങി നടക്കുന്ന സമയത്തല്ല, ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പോലും അറിയാണ്ടാണ് ഈ കടന്നലുകൾ വന്ന് കൂട് കൂട്ടുകയും ഇതിൻ്റെ വളർച്ച ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള വളർച്ചയാണ് ഇതിന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വീട്ടിലേക്ക് ഇരിക്കും. യാദൃശ്ചികമായി പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ ഈ പശുക്കളെല്ലാം മേയാൻ വേണ്ടി കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കായകൾ പറിക്കുന്നതിന് വേണ്ടി തോട്ടിയൊക്കെയായിട്ട് പോയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് കുടംപുള്ളിയിലാണ് കൂട് കൂട്ടിയിരിക്കുന്നതെന്ന്. അപ്പം എൻ്റെ കുട്ടികൾ തോട്ടിയുമായി പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്കിട്ട് കുത്ത് കിട്ടിയേനെ. ഇതാരും ശ്രദ്ധിക്കാണ്ട് അപകടങ്ങളിൽ പോയി ചാടും. അതുകൊണ്ട് നമ്മുടെ ഒരു ശ്രദ്ധ നമ്മുടെ വീടിൻ്റെ വളപ്പിലുള്ള മരങ്ങളിലും ചെടികളിലും എല്ലാം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികൾ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കുത്തലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാരാണ് ഓരോ വർഷവും കടന്നൽ കുത്തേറ്റ് മരിക്കുന്നു, കാട്ടുതേനീച്ചയുടെ കുത്തേറ്റ് മരിക്കുന്നു. പലതും ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിക്കുന്നു. ഇതിപ്പോൾ വീടുകളിൽ ആരും ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും പക്ഷി മൃഗാദികൾ വന്ന് ഇതിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സമീപത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഇതിന് അപകട ഭീഷണി ഇതിന് സ്വമേധയാ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇളകിപ്പോയി വഴിയെ പോകുന്ന ആൾക്കാർക്ക്, ഇതൊന്നും അറിയാണ്ട് എതിരേലും എല്ലാം പോകുന്ന ആൾക്കാർക്കിട്ട് കുത്ത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഇത് പൊറോട്ട ചുട്ടെടുക്കുന്നതൊന്നും അല്ല കേട്ടോ. ഈ അട പോലെ കിടക്കുന്നത് അതിൻ്റെ റാഗലാണ്. ഇതിലാണ് അത് മുട്ടയിടുന്നത്. ഒരു റാഗലിൽ തന്നെ ഏറെക്കുറെ 1000-ഓളം മുട്ട തന്നെ വരുന്നുണ്ട്. അത്രയ്ക്ക് വലിയ റാഗലാണിത്. താഴെ വീണ് പൊട്ടിപ്പോയതാണ്. ഈ മുട്ടയാണ് പുഴുക്കളായി മാറുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാര്യമാണ്. ഇതിൻ്റെ വംശവർദ്ധനവ്, ഇതിൻ്റെ വളർച്ച വളരെ പെട്ടെന്നാണ്. കാരണം ഇതിൻ്റെ ഒരു ലെയർ റാഗൽ മുട്ട വിരിഞ്ഞ് വരുമ്പോഴേക്കും ഒരു കൂട് ഉണ്ടാക്കാനുള്ള കടന്നലുകൾ സ്വതന്ത്രമായി പുറത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ കൂടും വലുതാകും. ഇതുപോലെ തന്നെ ഒരുപാട് റാഗലുകൾ ഒരു കൂട്ടിലുണ്ട്. ഒരു
20ഓളം റാഗലുകൾ ഇപ്പോൾ ഞാൻ കത്തിച്ചപ്പോൾ ഇതിൽ നിന്ന് താഴോട്ട് വീണിട്ടുണ്ട്. വിരട്ടായതുകൊണ്ട് ഇപ്പോൾ കാണുന്നില്ല. 20ഓളം റാഗലുകൾ താഴോട്ട് വീണിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വളർച്ച എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു മാസം കൊണ്ട് ഏറെക്കുറെ ഒരു 10,000 കടന്നലുകളെ ഈ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുവാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളൊരു കൂടാണ് ഇപ്പോൾ ഈ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരും സന്തോഷിക്കേണ്ട, അവർക്കും പണി കിട്ടിയേക്കാം. കാരണം സൺഷെയ്ഡിലും വാർക്കയുടെ സൈഡുകളിലുമെല്ലാം ഈ കടന്നലോ മലന്തേനീച്ചയോ ഒക്കെ വന്ന് കൂടുകൂട്ടി ഏതെങ്കിലും പക്ഷികൾ വന്ന് ആക്രമിക്കുമ്പോൾ നിങ്ങൾക്കും കുത്തുകിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് എൻ്റെ ആവാസ വ്യവസ്ഥയിൽ വന്ന ഒരു കൂട് കാണിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു. നിങ്ങളും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും ചെയ്യേണ്ട, വീഡിയോ കാണുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു അവയർനെസ് വീഡിയോ ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം, നന്ദി.